ഹായ് 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 ചെയ്യുന്നവരല്ലെങ്കിൽ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ ചെങ്ങന്മാരെ, ഇന്നലെ നമ്മളിവിടെ കിടന്നുറങ്ങിയപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല. ചെങ്ങനെ രാവിലെ എണീറ്റപ്പോൾ ഫുള്ളും മഞ്ഞാണ്. ഇത് ഇപ്പോഴാണ് ആ സൈഡിക്കൊക്കെ കാണാൻ വേണ്ടി പറ്റുന്ന കേട്ടോ. ആ നീച്ച ടൈമിലൊന്നും തീരെ കാണാൻ വേണ്ടി പറ്റിയിരുന്നില്ല. പിന്നെ ഇന്നലെ ഒന്നും ഇവിടെ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇതുപോലത്തെ, അതായത് ഇതിങ്ങനെ ഒരു തടാകമാണ്. ഈ ഒരു തടാകത്തിൽ ഉള്ള ചെറിയൊരു ഏരിയ ആണത്. അവിടെ തൊട്ട് ഇങ്ങനെ വരുന്നതാണ്. അത് ഒരു ഐലൻഡ് പോലെ തന്നെ കിടക്കുന്നതാണത്. നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ സ്ഥലം ഉണ്ടെങ്കിൽ നൈറ്റിലൊക്കെ ഒരുപാട് പേര് വന്നിരിക്കുകയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് നടക്കും അല്ലേ. പക്ഷെ ഇവിടെ ഇന്നലെ ഒരു മനുഷ്യൻ വന്നിട്ടില്ല. ഒരു ബൈക്കുമ്പോൾ 2 പേര് വന്ന് ഒരങ്ങോട്ട് പോയി, ഒരു വന്ന പോലെ അങ്ങോട്ട് പോയി ചെയ്തു. പിന്നെ രാവിലെ ഇപ്പോൾ രണ്ടല്ല, രാവിലെ കുറേ പേര് വന്നു. അതിലൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അതാ പറയണേ, എന്താ പറയുക, ഇവിടുത്തെ ആളുകൾ ഇതുപോലും മര്യാദക്കൊന്നും എൻജോയ് ചെയ്യണില്ല അല്ലേ. പിന്നെ ഇപ്പോൾ നമുക്ക് പോകാനുള്ളത് അവിടേക്കാണ്, നീർമാലിലേക്കാണ്. നീർമാലിലേക്ക് പോകണമെങ്കിൽ അവിടെയാണ് ലോക്കൽ ബോട്ടിങ്ങിൻ്റെ ഏരിയ. അപ്പോൾ അവിടെ ഒരു തോണിയുണ്ട്, ഒരു കടത്തുണ്ട് അല്ലേ. അപ്പോൾ അവിടെ തോണി, ഒരു വള്ളമുണ്ട് അവിടെ. ആ ഒരു വള്ളം നമുക്ക് ഇവിടെ നിന്നും കിട്ടും. പക്ഷേങ്കിൽ ഇവിടെ വള്ളമല്ല, വള്ളക്കാരനെ നമ്മൾ കൂവി വിളിക്കേണ്ടി വരും ഇങ്ങോട്ടേക്ക്. എന്നാൽ വള്ളക്കാരൻ വരുമായിരിക്കും. കാരണം ഇന്നലെ ഞങ്ങൾ നിൽക്കുന്ന സമയത്തൊക്കെ ഇവിടെ നിന്നൊക്കെ ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യമുണ്ട്, അത് ശ്രദ്ധിക്കണം. കിട്ടുവാണെങ്കിൽ നമുക്ക് പോയിട്ട് നീർമാലൊന്ന് കാണാം. നീർമാല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു 300 മീറ്റർ അകലെയൊക്കെ ആയിരിക്കാം. എന്നാൽ പോലും അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ നമ്മൾക്കിവിടെ നിന്ന് കിട്ടണില്ല അല്ലേ. എനിക്ക് തോന്നുന്നു ആ സൈഡിലേക്ക് നിൽക്കുവാണെങ്കിൽ ശരിക്കും അതിൻ്റെ എത്രത്തോളം നീളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് മറ്റേ ടൈറ്റാനിക് കപ്പിൽ നിൽക്കണ മാതിരിയാണ് നിൽക്കണേ അല്ലേ. ഏതായാലും കുറച്ച് കഴിയട്ടെ. ഇവിടെ ഇപ്പം സമയം 9 മണി ആവാനായി. സൂര്യൻ ഉദിച്ചിട്ടില്ല. സൂര്യൻ ഉദിച്ചാണ് ഇവിടെ എങ്ങാണ്ട് എവിടെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ആളെ കാണുന്നില്ല. ഇല്ല ചാടിയില്ല. ചെങ്ങന്മാരെ നീർമാലയിലേക്ക് പോവാണ്. ഓക്കെ, താങ്ക് യു. ഓ, ഇവിടെ വേറെ വെള്ളമുണ്ട്. ഞാനും കരുതി അതിൽ കൊണ്ടുപോകുന്നത്. അതിൽ ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇതിൽ പോവാം അല്ലേ. ഇത് കുറച്ചും തള്ളേണ്ടി വരും. ഇതുപോലത്തെ ചെറിയ ലോക്കൽ വെള്ളം അങ്ങോട്ട് കയറിയിരുന്നട്ടോ. ദേവിയേ ഓക്കെ, ഓ അങ്ങനെ നിസ്സാരമായൊരു വെള്ളമാണ്. ഞങ്ങൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. കിളികളൊക്കെ പറക്കണ്ട. ഇതിനടച്ച് താറാവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഈ ലേക്ക് എന്ന് പറഞ്ഞൊരു രുദ്രസാഗർ ലേക്കാണ്. ആ ലേക്കിൻ്റെ മേലെ കൂടെ വടച്ചോനെ ദേവിയെ, വടച്ചോനെ ദേവിനെ എല്ലാവരും ഒരുമിച്ച് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അവിടേക്കാണ് എത്തേണ്ടത്. നല്ല പോക്കോണ്ട് കേട്ടോ വണ്ടി. इधर से ना उधर है. इधर में कितने किलोमीटर है? रास्ते में पड़ेगा. ओ ठीक. അവിടെ ഇത് ഉദർ है. ബ്രഹ്മകാളി ടെമ്പിൾ. ഒരു അമ്പലം കൂടി ഉണ്ട് ഇവിടെ. ഇതിനെന്താ താമര ഇവിടെ മൊബൈൽ. ഓ ടെമ്പിൾസേ. സൗത്ത് ഇന്ത്യക്കാർ കൂടുതലായിട്ട് വരുന്ന ടെമ്പിളാണെന്നാണ് തോന്നുന്നു പറയണത്. എന്തായാലും അവിടേക്കും പറ്റുവാണെങ്കിൽ പോവാം അല്ലടാ. മോനെ നമ്മളടുത്തേക്ക് എത്താനായിട്ടാ. വല്ലാതെ അളകാനൊന്നും പറ്റുന്നുണ്ടാവില്ല. ഇവിടുത്തെ ലോക്കൽസ് നടത്തുന്ന ഒരു ബോട്ടിംഗ് ആണ്. അതുപോലെ തന്നെ അവിടേക്ക് ടിക്കറ്റ് ഉണ്ട്. ഇത് നിസ്സാരമൊന്നല്ല കേട്ടോ മോനെ. നല്ലൊരു ഏരിയ ഉണ്ടല്ലോ അല്ലേ. ഇത് മണ്ണ് പോയതാ, മണ്ണ് ഇടിഞ്ഞത് എന്താ അറിയണ. മണ്ണിടിഞ്ഞതല്ലടാ, ഇത് മണ്ണിട്ടാണ്ട് എന്തുണ്ടാക്കിണ്ടേ നടുക്കേ, മനസ്സിലായോ. ഓ, ഇതിൻ്റെ മേലൊരു ഗാർഡന് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ടിരുന്നു. ഇത് കൊള്ളാട്ടാ, നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടാ.
നീണ്ടു നിവർന്ന് കിടക്കുകയാണല്ലേ. ചുറ്റും അതിന് ചുറ്റും ഇവിടുത്തെ ഗ്രാമങ്ങളാണ്, ത്രിപുരയിലെ ഗ്രാമങ്ങൾ. അങ്ങനെ ഇദ്ദേഹം ഒരു ഗ്രാമത്തിലെ ആളാണ്. അദ്ദേഹത്തിൻ്റെ വള്ളത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഹോ എന്നാ ലുക്കടാ, കൊള്ളാട്ടാ. ഇവിടെ നമ്മൾ മാത്രം നമ്മളാട്ടോ തുടക്കം. ആ ഓ അവിടെ വരെ വെള്ളം കയറും ബാരിഷ്ക ടൈം. ആ ചോപ്പ് ലൈന് വരെ വെള്ളം കയറും എന്നാണ് മൂപ്പര് പറഞ്ഞത്. ടിക്കറ്റ് മൂപ്പര് തരാം. ഇവിടെ നമ്മളിപ്പോൾ ഇവിടുത്തെ ആൾക്കാരായി മാറി. അങ്ങനെ പാലസിനകത്തേക്ക് ഞങ്ങൾ കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ അധികം ആളുകളൊന്നുമില്ല. ഇത് ഇവിടുത്തെ വില്ലേജ്, ഞാൻ പറഞ്ഞില്ല വില്ലേജ്. നാളേരൊക്കെ ഉണ്ട്, കരിക്കുണ്ട് കേട്ടോ, കരിക്ക് കുടിക്കാം. നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ, അതായത് വിസിറ്റേഴ്സ്, ടൂറിസ്റ്റായിട്ട് നമ്മൾ തന്നെ ഉള്ളൂ. കൊള്ളാല്ലേ, അടിപൊളി. വേറെ വിഷയം എന്താ പറയുക എനിക്ക്, ബാറ്ററിയിൽ ചാർജ് കുറവാണ്. അത് നോക്കിയില്ല, ബാറ്ററി മാറ്റാൻ മറന്നുപോയി. ഏതായാലും ഇവിടത്തൊക്കെ കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതുകൊണ്ട് അല്ലെങ്കിൽ മൊബൈലില്ല കയ്യിൽ. ഇതിലോട്ട് പോയാൽ നമ്മൾ ഇതിലെ പോകണോ അതിലെ പോകണോ? ഇതിലെ പോവാം. അമ്മേ കൊട്ടാരം. അയ്യോ എടാ, ഇത് സംഭവം കൊട്ടാരാട്ടാ. വേറല്ലേ, ഇന്ത്യയിൽ ഇതുപോലത്തെ 2 കൊട്ടാരങ്ങളാണുള്ളത്. ഒന്ന് രാജസ്ഥാനിലെ ജൽമഹൽ, ഇത് നീർമഹൽ. മോനെ ഡാൻസ് റൂം. ഇവിടെ കേട്ടോ ഡാൻസ് പരിപാടികളൊക്കെ. രാജാവ് ഡാൻസ് കാണുന്ന സ്ഥലം. സ്പെയർ റൂം. അങ്ങനെ ഓരോ റൂമുകളാണത്. സ്പെയർ റൂം. ഓക്കെ, ഇതാ. അവിടേക്ക് വെക്കണ ഡിസൈനൊക്കെ കണ്ടേ. ആഹാ കൊള്ളാം. ബെഡ്റൂം. ഇതാണ് ബെഡ്റൂം. എന്തല്ലേ സാധനം, അടിപൊളി. ഇതെന്താ ബാത്റൂം. രാജാവിൻ്റെ ബാത്റൂമാണ്. രാജാവിൻ്റെ ബാത്റൂമാണ്. ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ കണ്ടത്, സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ബാത്റൂമിൻ്റെ ഡിസൈനും കാര്യമൊക്കെ കണ്ട കൊള്ളാം അല്ലേ. രാജാവ് ഇവിടെ നിന്നാണ് കുളിക്കാറ്. അപ്പോൾ പിന്നെ ഡാൻസ് റൂം, അമ്യൂസ്മെൻറ്റ് റൂമോ. ഇതിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടല്ലേ. വമ്പം കൊട്ടാരാണല്ലോ, രക്ഷയില്ലാത്ത കൊട്ടാരാണ് മോനെ. ഇവിടെ നിന്നാണ് രാജാവും മന്ത്രിമാരൊക്കെ ഇരുന്നാണ്ട് പ്രോഗ്രാം കാണാം അല്ലേ. കൊള്ളാം. കോൺഫറൻസ് ഹാളാണ്, കോൺഫറൻസ് ഹാൾ. എന്താല്ലേ, അതിഗംഭീരമായൊരു കോൺഫറൻസ് ഹാളാണ്. ഇവിടെയാണ് അവർ മീറ്റിംഗ് കൂടാറ്. വീണ്ടും ഡാൻസ് റൂമോ. ഡാൻസ് കുറേ ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ. കളിച്ചൊരു വിധമായി ഉണ്ടാവും പറഞ്ഞ പോലെ. ഇതിനുള്ളിൽ എക്കോ ഉണ്ടാവും കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ല. സീലിംഗ് ഒക്കെ കണ്ട, ലൈറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയത് കൊള്ളാം. ഇത് 1930 മഹാരാജ ബീർ ബിക്രം കിഷോർ മാണിക്യ ബഹദൂർ ആണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് അദ്ദേഹം അല്ല നിർമ്മിച്ചത് ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. ഈ സൈഡൊക്കെ ഉണ്ടാവും. ഇതുവരെ വെള്ളം വരുന്നു, അതുകൊണ്ടാണ് അവിടെ ചുവപ്പ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴത്തേക്കപ്പോൾ അറ ഉണ്ടാവുമല്ലോ അല്ലേ. അങ്ങോട്ടൊക്കെ ഉള്ള കായലിൻ്റെ വ്യൂ ഉണ്ട്. അതിലൊക്കെ വല കെട്ടിക്കണണ്ടത്. അപ്പോൾ മീൻപിടുത്തം നന്നായിട്ട് ഉണ്ടാവും അതിൽ. അല്ലെങ്കിൽ ഇവർ കുറച്ച് മീൻപിടുത്തക്കാരാണ്. ഇവർ കടൽ മീൻ വല്ല കഴിക്കൂലല്ലോ. കിഷോർ മാണിക്യ ബഹദൂർ ആ രാജാവ്, അതായത് ഇവരുടെ ഈ മാണിക്യ രാജവംശത്തിലെ അവസാന രാജാവാണ്. അതുപോലെ തന്നെ ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാട്ടോ. നമ്മളിതിന് മുമ്പ് പോയിരുന്ന ഇവരുടെ കൊട്ടാരം ഉണ്ടല്ലോ, പാലസ്, അത് ഞാൻ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതും ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു തന്നെയാണ്. ഇതും അവർക്ക് തന്നെയാണ് കരാറ് കൊടുത്തിട്ടുള്ളത്. ഇതും അവർ നിർമ്മിച്ചത് തന്നെയാണ് അക്കാലത്ത്. അദ്ദേഹത്തിന് ഒരു
എന്താ പറയുക, ഒരു സമ്മർ പാലസ് വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നിർമ്മിച്ചതാണ്. അദ്ദേഹം ഇവിടെ താമസിച്ചിരുന്നു. എന്താ പറയുക, അവരും തന്നെ അക്കാലത്ത് ഇവിടേക്ക് വന്നിരുന്നത് ഈ കാണുന്ന കായലിലൂടെ ഇതുപോലെ വള്ളത്തിലായിരുന്നു. തുഴഞ്ഞുകൊണ്ട് തന്നെയാണ് അവരും വന്നിരുന്നത്. കാണാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കാനൊക്കെ നല്ല വൈബാണ്. അതിസുന്ദരമായൊരു കൊട്ടാരമാണ് എന്ന് തന്നെ നമ്മൾക്ക് ഇതിനെ വിശേഷിപ്പിക്കുക. സത്യമായിട്ട് ഇത് എന്താ പറയുക, കാര്യമായ രീതിയിൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പോരായ്മ ഇവിടെ ഉണ്ട്. കുറച്ചും കൂടി വരുമാനമൊക്കെ ഇവർക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്ത് കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യുവാണെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ വരേണ്ട സ്ഥലം തന്നെയാണ്. ഞാൻ മറ്റേ രാജസ്ഥാനിലെ ജൽമഹൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എങ്കിൽ കേട്ടിട്ടും നമ്മളെല്ലാവരും കേട്ട ഒരു പാലസാണ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ അറിയുന്നത്, ഇങ്ങനെ ഒരു പാലസ് ഇവിടെ ഉണ്ട് എന്നുള്ളത്. എന്നാൽ പിന്നെ അതൊന്ന് പോയി കാണാമല്ലോ എന്നുള്ളതൊക്കെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ അറിയണത്. അല്ലോക്കോ, ഇതിങ്ങനെ ഒരു ഗ്രൗണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ. വൈറ്റ് റെഡും അതെ. വൃത്തി പറഞ്ഞാൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വൃത്തിയല്ല അത്, ഇത് ഈ ഇതിൻ്റെ ഒരു ഭംഗിയാണ്. കൊള്ളാലോ കളി. ഇതൊരു വാച്ച് ടവർ ആണല്ലേ, ഒരു വാച്ച് ടവറാണ്. പക്ഷേ ഇതിന് മേലേക്കുള്ള വഴിയൊന്നുമില്ല. നമ്മളിപ്പോൾ ആ സൈഡിൽ നിന്ന് അങ്ങനെ ആയിട്ട് പോകുന്നത് പല ഭാഗത്തു കൂടി ഉണ്ട്. ഇത് ആകെ പരന്ന് കിടക്കുകയാണ്. എവിടെ നിന്നാ തുടങ്ങണ്ടേ എവിടെ അവസാനിപ്പിക്കണ്ടെന്ന് അറിയണില്ല. ഞങ്ങൾ ഏതൊക്കെയോ വഴികളിലൂടെ പോയിട്ട് നടക്കുകയാണ്. ബോട്ട് ഗാർഡ് അതിലിറങ്ങിക്കോക്കോ. അന്ന് രാജാവൊക്കെ ഇതിലെയോ ഇറങ്ങിയേക്ക. രാജാവ് ഇറങ്ങണ മാതിരി ആയിക്കോട്ടെ. രാജാവേ പുറത്തേക്ക് പോവുക ഇതിലാണ്, മനസ്സിലായോ? ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് ഇറങ്ങുക ഇതിലാണ്. ഓ കുക്കു രാജാവ്, ഹേ കുക്കു രാജാവ്. ആഹാ, അപ്പോൾ ഇതിലാണ് രാജാവ്. ഇതിൽ ഇവിടെ വരെ വെള്ളം ഉണ്ടാവുമല്ലേ? ഇവിടെ വരെ വെള്ളം ഉണ്ടാവുമല്ലോ. ഇവിടെ വെള്ളം വരും, ഇതിലായിട്ട് ഇറങ്ങും അല്ലെങ്കിൽ ഇതിലിറങ്ങും. ഏത് റൂട്ടാണ് മൂപ്പർക്ക് ഇഷ്ടം നമുക്കറിയില്ല. ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കല്ലേ. ഇതിലെന്തിനും ചെറിയൊരു വഴിയുണ്ട്. അപ്പോൾ എന്താ പറയുക, പടയാളികൾക്കൊക്കെ കൂടെ പോരുന്ന ആളുകളെ കയ്യിലെ രാജാവ് രാജ്ഞി രാജകുടുംബമൊക്കെ ഇതിലെ. പിന്നെ ഇതിലുണ്ട് ചെറിയൊരു വഴി. പില്ലറൊക്കെ നോക്കാം. പില്ലറായിട്ടൊന്നും അല്ലത്, ഇഷ്ടികയാണാവോ. അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റണല്ലോ, കാരണം നല്ല സിമെന്റ് പോലെയൊക്കെ നല്ല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആഹാ കൊള്ളാല്ലേ. ഇവിടെ രാജ്ഘട്ട് നിന്നാണ് രാജാവ് ഇങ്ങോട്ടേക്ക് വന്നത്, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയത്. രാജ്ഘട്ട് അതായത് ആ ഒരു സൈഡിലേക്കാണ് രാജാവ് പോവുകയും വരികയും ചെയ്തിരുന്നത്. അന്ന് രാജാവ് വന്നിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിലിപ്പോൾ എയിലിപ്പോൾ ഇത് ഇവിടേക്ക് വരണല്ലോ വെള്ളം, ഇതിൻ്റെ ഉള്ളിൽ കൂടെ അത് മൊത്തത്തിൽ തുറക്കാം. ഈ ഒരു ഗേറ്റ് തുറക്കുണ്ടാവും, അതേപോലെ ഇതും തുറക്കാം, മനസ്സിലായോ? ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരിക. വലിയ സ്പേസ് കൊടുക്കരുത്, അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് വരാൻ വേണ്ടി വയ്ക്കും. ഇവിടെ എന്താ ഉറുമ്പുണ്ടോ? നമ്മളിപ്പോൾ ഇതിലല്ലേ വന്ന് അല്ലേ? ഇത് നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ, പറഞ്ഞ പോലെ. അതിൽ ഇവിടെ ഈ വാച്ച് ടവറിനൊക്കെ കയറാം. ക്യാമറത്തെ ചാർജ് കഴിഞ്ഞു. ചെറിയൊരു വഴി. ഓക്കെ, വാ. ഇത് എന്താ, ഹിന്ദു ആർക്കിടെക്ചറും മുസ്ലിം ആർക്കിടെക്ചറും പാടെ സംയോജിതമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഡിസൈനാണ്. അതുകൊണ്ടാണ് ഇതിന് എന്താ പറയുക, നമുക്ക് ഇതുപോലത്തെ ഗോപുരങ്ങളും അതുപോലെ തന്നെ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഏരിയ അങ്ങനത്തെ രണ്ട് തരം ഡിസൈന്, രണ്ടും കലർന്നിട്ടുള്ള ഡിസൈനായിരിക്കും കൊട്ടാരത്തിനുണ്ടാവുക. അതൊരു വലിയൊരു പ്രത്യേകതയാണ് അല്ലേ. അതും രാജാവിന് നിർബന്ധമായിരുന്നു ഇത്തരത്തിൽ രണ്ട് ഡിസൈൻ. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പ്രവർത്തിക്കലുണ്ടോയെന്ന് ഞങ്ങൾ ഇന്നലെ അവിടെ നിന്നാൽ നമ്മൾ കണ്ടിട്ടില്ല. ഒരു ലൈറ്റും നമ്മൾ ഇത് ഇവിടുന്ന് പൊന്തണ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ വേണമെങ്കിൽ രാത്രി നിൽക്കാം കേട്ടോ, കാരണം ഇവിടുത്തെ ആളുകൾ തന്നെയാണ് ഇത് കൊണ്ടുനടക്കുന്നത്. ആരുമില്ല, ചില ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഇപ്പോൾ അവർക്കിപ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ ചില്ലറ കൊടുത്താണ്ടേ ഇവിടെ ഒരു ദിവസം നിൽക്കുകയൊക്കെ ചെയ്യാം. ഗാർഡനൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ നല്ല രീതിയിലുള്ളൊരു മെയിൻ്റനൻസ് ഇല്ലാണ്ടൊക്കെ ആ ഇതും കൂടെ ഒക്കെ ജാഗ വള്ളി പടർന്ന്
തീരെ ശ്രദ്ധിക്കണല്ലോ അവിടെയൊക്കെ അല്ലേ. പക്ഷെ ഇത് ഇവരിങ്ങനെ കൊണ്ടുവന്ന് നശിപ്പിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. എത്രങ്ങാനും വലിയൊരു പാലസാ, എന്താ ഇപ്പം ഇങ്ങനെ കാട്ടിയപ്പോൾ എന്താ ചെയ്യുക അല്ലേ. എത്രയോ ആളുകൾക്ക് കാണാൻ പറ്റുന്ന നല്ല സുന്ദരമായൊരു പാലസാണ്. ഇത് ചാർജ് കഴിഞ്ഞു, ഇനി നേരെ മൊബൈലിൽ ഷൂട്ട് ചെയ്യണം. ഓക്കെ, ഇത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് അടുത്തൊരു ഏരിയയിലേക്ക്, അടുത്തൊരു പാർട്ടിലേക്ക് നമ്മൾ പോവാണ്. ഇത് കണ്ടങ്ങൾ മക്കളെ താമരപ്പൂവ് അല്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത് ഹിന്ദു ആർക്കിടെക്ചർ. ഇത് അദ്ദേഹത്തിൻ്റെ കലാവിരുദ്ധീകാരം. ഏതായാലും കൊള്ളാം, നല്ല സുന്ദരമായൊരു പാലസായിട്ട് കൃത്യമായ രീതിയിൽ ഇതിനെ പരിപാലിക്കണില്ല. ആ പോണ വെള്ളം അടുത്ത ആളുകളെ കൊണ്ടുവരാം. ഇത് ഏതാണ്ട് 10 ലക്ഷം രൂപയ്ക്കാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചത് അന്ന്. നമ്മളാ പറഞ്ഞ നല്ല ഡിസൈന്, നല്ല വർക്ക് എല്ലാം കൊണ്ടല്ലേ. അങ്ങോട്ട് നോക്കാം, നമ്മൾ പോകുന്ന വഴിയാണ്. അങ്ങോട്ടോട്ട് നോക്കാം, അങ്ങോട്ട് നോക്കടാ. കണ്ടോ ജി, അതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിക്കാരം. അപ്പം ആ ഏട്ടനെ രസം കിട്ടി. ഓ സൂപ്പർ. ഇനി ഇതാണ് ടെറസ് ഗാർഡൻ എന്ന് പറയുന്നത്. അതിൻ്റെ മേലെ കൂടെ ഇഷ്ടം പോലെ കൊള്ളാട്ടാ. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, പക്ഷെ ഇത് നമുക്ക് കയറാൻ വേണ്ടി പറ്റില്ല എന്ന് തോന്നുന്നത്. അടച്ചിട്ട് അല്ലേ. പിന്നെ സാനിറ്ററി വെൽ, വാച്ച് ടവർ. വാച്ച് ടവറിന് ഓപ്പണ്ണേ എന്താ പറയണ്ട്, നമുക്കൊന്നും മനസ്സിലായില്ല. ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ട് പറഞ്ഞില്ലേ. ആട്ടി അത് കഴിഞ്ഞിട്ട് വരാൻ. ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത ഏരിയയിലേക്ക് പോകാൻ വേണ്ടി പറ്റും. നല്ല സംഭവം, നല്ല സെറ്റപ്പ് കേട്ടോ. സെറ്റപ്പ്. നമ്മൾ ഈ ജൽമഹൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് കണ്ടവരുണ്ടാവുമല്ലോ, അവർക്ക് ഇതും ഏകദേശം അതോട് കടപിടിക്കാൻ പറ്റുന്ന എനിക്ക് അത് ഇത്രയും അവിടെയൊക്കെ ഇനി അത്രയും ഏരിയ ഉണ്ട്. ഇത് മൊത്തത്തിൽ നല്ല ഏരിയ ഉണ്ട്. ഇത് നമ്മൾ കരുതുന്ന പോലെയല്ല. അതായത് ഇതിൻ്റെ മൊത്തത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു വിഷ്വൽ കിട്ടണമെങ്കിൽ നമ്മൾ ഏതാണ്ട് ഒരു 300 മീറ്റർ 400 മീറ്റർ മാറി നിൽക്കണം. അതായത് ആ സൈഡ്, ആ കരയിൽ നിന്ന് അത് കാണാൻ വേണ്ടി പറ്റുമോ, കുറച്ചുകൂടി ബാക്കിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ കിട്ടുള്ളൂ. അങ്ങനെ അത്രയും നീളത്തിലാണ് ഇത് കിടക്കുന്നത്, നീണ്ട് നിവർന്ന് കിടക്കുവാണ്. കൊള്ളാട്ടാ. ഇതെന്താ കിണറോ? അന്നത്തെ രാജാവിൻ്റെ കിണർ, രാജകുടുംബത്തിൻ്റെ കിണർ. ഇതെന്ന് പൈസ ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയ എന്തിനാണാവോ? അടക്കണ്ടില്ല, വെറ്റിലല്ല അടക്കണ്ടല്ലേ. ഇത് ചെറിയൊരു വഴിയാണ്, വഴിയായിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓരോ ലാൻഡിങ്. ഇവിടെയൊക്കെ നിന്നിങ്ങനെ കാണുന്ന കാഴ്ച എന്ത് മനോഹരമാണ്. ഈ ഒരു കൊട്ടാരം, അതിസുന്ദരമായൊരു കൊട്ടാരം. ഇവിടെ ഒരു ദിവസം നിൽക്കാം, നമുക്ക് വേണമെങ്കിൽ നിൽക്കാം. അവിടെ നിൽക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില്ലറൊക്കെ കൊടുത്താൽ മതിയാവും. മനസ്സിലായില്ലേ? കൊള്ളാട്ടാ. ഇത്രയും വലിയൊരു കൊട്ടാരം ഉണ്ടായിട്ട് അധികം ആളുകൾ പോലും സഞ്ചരിക്കുന്നില്ല. അത് അധികം ആളുകൾക്ക് അറിയില്ല, അതാണ് സംഭവം. ഇതെന്താ കല്ലറ? ഏറ്റവും അവസാനം വന്നപ്പോൾ അല്ലല്ല, ഇത് ഞാൻ പറയുമ്പോൾ എന്താ സംഭവം അറിയാം, ജനറേറ്റർ. ഇതിന് വലിയ പഴക്കമില്ലല്ലോ, ഇതിന് ബ്രിട്ടീഷ് നിർമ്മിച്ചല്ലാണ്ട സ്വിച്ചൊക്കെ കണ്ട. ഇത് ജനറേറ്റർ. ഇതപ്പോൾ പവർ റൂമാട്ടാ അല്ലേ. വയറൊക്കെ ഇട്ടിക്കണല്ലോ. വയറില്ലാക്കെ പിന്നെ അങ്ങനെ നമ്മൾ ഏറ്റവും അറ്റത്തേക്ക് വന്നു. നമ്മളുടെ വണ്ടി കിടക്കണതാണ്ട അതിലാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയ സ്ഥലം. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ശരിക്കും അതിൻ്റെ ഒരു ഇത് മനസ്സിലാവും. നമ്മൾ നിന്ന സ്ഥലം ഇതിങ്ങനെ ഒരു ഐലൻഡാണ്. നമ്മളവിടേക്ക് വന്നത് അതുവഴി അങ്ങനെ ചെറിയൊരു വഴിയുണ്ട്, പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. രാവിലെ കണ്ട വൈബേ അല്ല അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം. പൊള്ളാണല്ലേ.
ഞങ്ങൾ കുറച്ച് മുട്ട റോസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ യാത്ര ഇവിടുന്ന് ആരംഭിക്കും. ഭക്ഷണം കഴിക്കുക, ഇവിടുന്ന് പോവുക. എന്നിട്ട് നമ്മൾ ഇനി ഇവിടുന്ന് ത്രിപുരയിൽ നിന്നും പോവുകയാണ്. നമ്മൾ മിസോറാം ഭാഗത്തേക്ക് പോവുകയാണ്. മിസോറാമേക്ക് ഇന്ന് കയറാൻ പറ്റുമെന്ന് അറിയില്ല, ഇന്ന് പറ്റില്ലെങ്കിൽ നാളെ കയറാം. അല്ലടാ, എന്തായാലും കയറും. അതെ, അത് കഴിഞ്ഞോ? നമ്മളെല്ലാം പരിപാടി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞല്ലേ? അപ്പം എന്നാൽ പിന്നെ ഞങ്ങൾ നോക്കട്ടെ, പരിപാടി ക്ലോസ് ചെയ്തിട്ട് യാത്ര ആരംഭിക്കാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും പുറത്തേക്ക് പോവാണ്. നമ്മൾ വന്ന വഴിയാണ്, അഗർത്തലയിൽ കൂടെ തന്നെയാണ് നമ്മൾ പോവേണ്ടത്. ബ്രൈമോന് രാവിലെ ഒന്നൊരു ചെറിയൊരു പ്രശ്നമുണ്ട്, ചാഞ്ചാട്ടുണ്ട്. ജാമായി. അത് കുറച്ച് കഴിഞ്ഞാൽ വിടും. ഇല്ല, ഞാൻ വിടൂലാന്ന്. വിടണം. അങ്ങനെ അടി. എന്ത് സുന്ദരമായ സ്ഥലമാണ് ഇങ്ങോട്ട് നോക്കി നിങ്ങള്. നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയത് ഇവിടെയാണല്ലോ അല്ലേ? രാത്രി ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോ നിങ്ങൾക്ക് വഴിയൊന്നും കാണിച്ചിരുന്നില്ല. ഇത് സത്യം പറഞ്ഞാൽ നമ്മള് ഗൂഗിൾ മാപ്പ് നോക്കി വഴി പിഴച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പാലസിലേക്ക് ശരിക്കും ഇങ്ങോട്ട് ഇതിലല്ല തിരിയേണ്ടിയിരുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മളുടെ കാര്യം പൂർത്തീകരിച്ചു. അതെ, അവിടെ കാണുന്ന പാലസ് നീർമഹൽ അല്ലെ? നീർമഹലിൽ നിന്നും ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് പൂമൻ അടിക്കുന്നുണ്ട് കേട്ടോ. പൂമൻ നല്ല പെടപെട അടിക്കുന്നുണ്ട്. പൂമൻ ഇവിടെ നമ്മളെ വിടുന്നില്ല എന്ന് പറയാം. വഴുതനങ്ങൊക്കെ ചെയ്തിട്ട് ഇവര് നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടാ. ഇതൊക്കെ വഴുതനങ്ങയാണ്. പിന്നെ മാത്രല്ല അതിലൊക്കെ ഇവര് നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇവര് ഈ പറഞ്ഞ പോലെ ആന്ധ്രനെ തമിഴ്നാടിനൊക്കെ പറഞ്ഞ പോലെയാണ്, നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ നോർത്ത് ഈസ്റ്റില് എന്താ പറയാ, അരുണാചലും എന്താണ് മേഘാലയ ഒന്നും ഇത്ര അധികം കൃഷി കണ്ടിരുന്നില്ല. ഇപ്പൊ ഫാമാണ്, ഇത് കോഴി ഫാം. ഇതൊക്കെ കഴിഞ്ഞു, അതിലൊക്കെ കോഴികൾ കഴിഞ്ഞു. ഇപ്പൊ ആടമുണ്ട്, ആട്ടിൻ വേസ്റ്റ് ഉണ്ട് അതിൽ. ആട്ടിൻ വേസ്റ്റ് അതുണ്ട്. അത് അങ്ങനെയെങ്കിൽ അതായത് തനി നമ്മുടെ ഒരു നാട്ടുവെച്ച് ഭയങ്കര സ്വാമി. പിന്നെ മാത്രമല്ല ഒരു ഭയങ്കര നിഷ്കളങ്കരാണ് അല്ലേ? പാവങ്ങളാണെന്ന് തന്നെ പറയാം. നല്ല പെരുമാറ്റമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ ഭാഷ അറിയില്ല എന്നുള്ള ഒരു വിഷയമൊന്നും വേണ്ട. ഭാഷ നമുക്ക് എന്തായാലും അറിയില്ല. ഇവർക്ക് ഹിന്ദി ഒന്നും അറിയില്ല കേട്ടോ. ഈ ഏട്ടൻ ഇന്നലെ കുഴക്കൽ തുടങ്ങി അവിടെ സിമെന്റ് ഇനിയും കഴിയില്ല, പണിയിട്ട് തന്നെ കേട്ടോ. അവിടെ നല്ലൊരു കെട്ടുണ്ട് ഇഷ്ടി കൊണ്ട്. അങ്ങനെ ഈ സൈഡത്ത് ഇവരുടെ വീടുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച വീടുകളും ഉണ്ട്. തന്നെ ചുറ്റുഭാഗമായിട്ട് കൃഷിയായിട്ടും നല്ല കൃഷി നല്ല ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതും ഉണ്ട്. അത്തരത്തിലുള്ള വീടുകളൊക്കെ തന്നെയാണ്. റോഡ് ഇവരുടെ പലയിടങ്ങളിലും റോഡ് മോശമാണ്. പക്കാ ഉൾഗ്രാമമാണ്. നല്ല ഉള്ളിലേക്ക് കയറിയാലാണ് നമുക്ക് നീർമാലിലേക്ക് എത്താൻ വേണ്ടി പറ്റുക. നമ്മൾ ഈ റോഡ് നേരെ തന്നെയാണ് പോകേണ്ടത്. പക്ഷേ നമ്മൾ ഉൾട്ടടിച്ചു പോയി. ഇവിടുത്തെ ഇതൊക്കെ വീടാണ് കേട്ടോ. അതൊക്കെ വീടുകളാണ്, മണ്ണ് കൊണ്ടുള്ള വീടുകൾ. അത്തരത്തിലുള്ള വീടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവര് പറഞ്ഞതുപോലെ സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ വീടൊക്കെ നമ്മളുടെ, എനിക്ക് ഓർമ്മയുണ്ട് നമ്മളുടെ പഴയ വീട്. എന്റെ പഴയ വീട് ഇതേപോലെ മൺകട്ടയായിരുന്നു. ഇപ്പൊ പിന്നെ സാധാരണ വീട്ടുകല്ലുകൊണ്ട് ഉണ്ടാക്കിയ വീടാണ്. പിന്നെ പഞ്ചായത്ത് പാസ്സായി, പിന്നെ പഞ്ചായത്ത് പാസ്സായി ഉണ്ടായ വീടാണ്. അപ്പൊ ഇതിനൊക്കെ വെള്ളക്കെട്ടുകൾ തന്നെയാണ്. നെൽകൃഷി ഈ ടൈമിൽ നെല്ല് ഇവിടെ നട്ടുണ്ടല്ലോ അല്ലേ? നമ്മൾ ഇന്നലെ ഇവിടുന്ന് ലെഫ്റ്റ് നിന്നാണ് വന്നത്, അതിലെ തന്നെയാണ് പോണത്. ഇതൊരു ജംഗ്ഷനാണ്, മൂന്നോട് ജംഗ്ഷൻ. ഇവിടെ ഇന്നലെ ഓട്ടോറിക്ഷക്കാരൊക്കെ ആയിട്ട് ഓട്ടോറിക്ഷ ഇവിടെ ധാരാളം ഉണ്ട്. ഇതാണ് ആ പറഞ്ഞ ക്ഷേത്രം. അവിടെ നിന്ന് നമ്മളോട് പറഞ്ഞില്ലേ, ആ ക്ഷേത്രമാണത്. ഇത് സ്കൂളാണ്, ഇത് സ്കൂളാണ്, ഇവിടുത്തെ സ്കൂളാണത്. ഇവിടുത്തെ സ്കൂളിന്റെ ബോർഡൊക്കെ ഉണ്ട് അവിടെ. കുട്ടികളുണ്ട് ക്ലാസ്സിൽ അല്ലേ? കുട്ടികളുണ്ട്. ഹൈസ്കൂൾ തന്നെയാണല്ലേ, വലിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള ഒരു ഒതുക്കമുള്ള ഒരു ഗ്രാമമാണ് ത്രിപുരയുടെ. ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ത്രിപുര. കാരണം എന്താ വെച്ചാല് ഇവര് മറ്റുള്ള എന്താ പറയാ, ആസാമും കുഴപ്പമില്ല, അല്ലാത്തവരെ പോലെ അല്ല. നമ്മളോട് നല്ല പെരുമാറ്റം. അവര് സാധാരണ കേരളം ഓക്കെ, കേരളത്തിൽ നിന്നും വന്നതാണെന്നുള്ള അതും പിന്നെ ടൂറിസ്റ്റുകളാണെന്നുള്ളൊരു റെസ്പെക്റ്റും ഒക്കെ തരുന്നുണ്ട്. അതായത് വെൽക്കം മൈൻഡ് ആണ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
നമ്മളങ്ങനെ പോന്ന് അഗർത്തല എത്തിയിട്ടുണ്ട്. അഗർത്തലയിലൂടെയാണ് നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ അഗർത്തലയിൽ നിന്ന് നമുക്കൊന്നും വാങ്ങാനൊന്നുമില്ല. അഗർത്തലയുടെ ഒരു എന്താ പറയാ, നമ്മൾ ഉദയ്പൂർക്ക് പോകുന്ന ആ റൂട്ടിലാണ് നമ്മളുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് നമ്മളിവിടെ വന്ന ടൈമിൽ കാണിച്ചിരുന്നത് നമ്മൾ അഗർത്തലയിലേക്ക് വരുന്ന റോഡായിരുന്നു. ഈ റോഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ്. കുറച്ചുകൂടി വീതി ഈ റോഡിന് വേണമെന്നൊക്കെ ഒരു അഭിപ്രായം. അഗർത്തലയുടെ സെന്ററിൽ കൂടെ പോകുന്ന ഒരു മേൽപ്പാലമാണ്. നമ്മള് ഇങ്ങോട്ടേക്ക് പോന്നിരുന്നത് താഴത്ത് കൂടെ ആയിരുന്നു. അതുകൊണ്ട് താഴത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ മേലത്തെ കാഴ്ച, ഇത് മേലെന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച അല്ലെ ആണ്. അഗർത്തലയിലെ എന്താ പറയാ, ബിൽഡിങ്ങുകള്, വീടുകള് ഒക്കെയാണ് ആ കാണുന്നത്. അല്ല എന്താ പറയാ, ഒരു മേൽപ്പാലം ഉണ്ടായത് കൊണ്ട് തന്നെ ടൗണിൽ അത്യാവശ്യം തിരക്ക് നല്ല രീതിയിൽ കുറവാണ് അല്ലേ? അല്ല, അത്യാവശ്യം നല്ല രീതിയിൽ കുറവാ. ഇത്ര വീതിയും കൂടി നമ്മള് കുറച്ചുകൂടി അങ്ങോട്ട് വേണ്ടിയത്. പിന്നെ താഴത്തെ കുറച്ച് കച്ചവടങ്ങൾ, കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത്. എന്നാലും നല്ല നല്ല ബിൽഡിങ്ങുകളും ഒക്കെ ഉള്ള നല്ലൊരു ടൗൺ തന്നെയാണ് അഗർത്തല എന്ന് പറയുന്നത്. ഇവരുടെ ക്യാപിറ്റൽ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മോശം പറയാനൊന്നുമില്ല കേട്ടോ. അപ്പൊ അവിടെ കുറച്ച് കപ്പ ഉണ്ട്, രണ്ട് അമ്മച്ചികൾ ഇരുന്ന് കപ്പ വിൽക്കുന്നു. എവിടുന്നേലൊക്കെ പോണ വഴിക്ക് ഫണ്ട് കുറയ്ക്കാന്ന് കരുതിയപ്പോ സാധനം കാണാനല്ല. കപ്പല്ലേ? ആണോ? അതെന്താ കപ്പല്ല? ഓ, കപ്പല്ല കേട്ടോ. അപ്പൊ പിന്നെ അത് നടക്കൂല. നമ്മള് കപ്പയാണെന്ന് കരുതി. കപ്പ അല്ലാത്തൊന്നും നമുക്ക് നടക്കൂലോ. അത് എന്ത് ചെയ്യാനാ പിന്നെ? എന്ത് ചേന മറ്റേ കാവത്ത് പോലത്തെ സാധനമാണ്. കാവത്ത് പോലത്തെ സംഭവമാണ്. കുടിച്ചു. ഇതൊരു എന്താ പറയാ, ത്രിപുരയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ സാറ് ഇവിടെ നാലിലേക്ക് കയറാൻ നമ്മളെ വണ്ടി അടിച്ച് ഒരുക്കി വരും അല്ലേ? ഭാഗ്യണ്ട് ഒരു എന്താ സാധനം ഒന്നും അറക്കണം പറയാത്ത. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാല് ഇവിടേക്ക് കഞ്ചാവ് കയറുന്നുണ്ട്. അപ്പോ കഞ്ചാവ് കയറുന്നത് വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരിന്ന് ചെക്ക് ചെയ്ത് ഇതിലേക്ക് നമ്മളെ റൂഫ്, സൈഡ്, വണ്ടീന്റെ അടി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ നല്ല കടത്തുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചെക്കിങ് കൂടുതലെന്നാണ് ഇപ്പൊ സാറ് പറഞ്ഞത്. ഇന്നാണ് ഇപ്പൊ അതിന് ഉത്തരം കിട്ടിയില്ലടാ. തിരിച്ചു പോരുമ്പോഴാണ് അതിന് ഉത്തരം കിട്ടിയത്. ഏതായാലും ഇന്ന് വല്ലാ ചെക്കിങ് ഒന്നും ഉണ്ടായില്ല. ഇന്ന് ഈ ഒരൊറ്റ ചെക്കിങ്ങിലാണ് നമ്മളെ നിർത്തിച്ചത്. പോലീസുകാരുണ്ട് റോട്ടില്, നല്ലതാട്ടോ അല്ലേ? പിന്നെ അവരല്ല ഫ്രണ്ട്ലി ആണ്, അവരവരുടെ ഡ്യൂട്ടി ചെയ്യുവാണ്. ഞാൻ പറഞ്ഞു. പിന്നെ ഇതിന് മുമ്പ് ഞങ്ങള് ഇന്നലെ നമ്മള് ബോർഡർ ഏരിയ കൂടെ ഇങ്ങനെ കറങ്ങിയപ്പോ അവിടുന്ന് ആർമിക്കാർ പിടിച്ചിട്ട് ഇങ്ങോട്ട് പറയുകയാണെങ്കില് ഭയങ്കര പേര് ചെക്കിങ് എന്നിട്ട് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ചാക്ക്, ഡ്രസ്സ് ഒക്കെ കുടഞ്ഞ്. അപ്പൊ പറയാ, സ്മഗ്ലേഴ്സിന്റെ വണ്ടി ഇതേപോലെയാണ്. ഇതുപോലത്തെ എന്താ പറയാ, മോഡൽ കുറഞ്ഞ വാഹനങ്ങളാണ് കള്ളക്കടത്തിന് ഉപയോഗിക്കുന്നത്. രണ്ടാളെയും ബംഗ്ലാദേശ് പോലെ നമ്മളെ ബംഗ്ലാദേശ് പോലെയാണോ തോന്നുന്നത്. അപ്പൊ അല്ലാത്ത കഷ്ടം. ഞങ്ങൾ ഇന്ത്യക്കാരാണ് സാർ, ടൂറിസ്റ്റ് ആണ്. പിന്നെ അങ്ങനെ പോകുന്നു, അത് കുഴപ്പമൊന്നുമില്ല. അതേപോലെയൊക്കെ തന്നെ ഇതും ഇവിടെയൊക്കെ നല്ല പരിപാടി അല്ലേ? നല്ലോണം ചെയ്യേണ്ടി വരും. നോക്കട്ടെ, എന്നാലും അവര് ചെക്ക് ചെയ്യണ്ടല്ലോ അല്ലെ? അതെ, എയർ ചെക്ക് ചെയ്യുന്നു. എയർ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഇവിടെ ചെറിയൊരു കച്ചവടം കണ്ടു. ഇത് എന്ത് സാധനം എന്ന് മനസ്സിലായില്ല. ഇതൊരു തരം ഉപ്പേരിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പയറാവാൻ സാധ്യത ഉണ്ട് അല്ലേ? ഇത് മരത്തുമെന്ന് അങ്ങനെ തന്നെ കൊമ്പോട് കൂടി കൊണ്ടുവന്നു. കിട്ടന ഭയ്യ 80 फुल 80 1 किलो का 1 किलो का 80 है, फुल 80 है. Pak bos ha. Pura full. ആ, എന്നാൽ 100 റുപ്യ കൊടുക്ക്. 100 റുപ്യ കൊടുത്ത സാധനം തരും. 100 റുപ്യൊന്നും വേണ്ട. പിന്നെ ഇവിടെ നല്ല വെട്ടുകത്തിണ്ട് കേട്ടോ, ഇവരുടെ നാടൻ സ്റ്റൈലിൽ ചെയ്ത. ഇവിടെയൊക്കെ ഇതൊന്നും കൊണ്ടുപോകണം പാണ്ടിപ്പടയില്. കുടുത്തൊന്നും പോരാ, അല്ലെങ്കിൽ തന്നെ കയ്യാട്ടി. നമ്മൾ നേരത്തെ നിർത്തി ഈ സാധനം കണ്ടിട്ടായിരുന്നു. ഇത് എന്താ കൂവൻ്റെ ഒക്കെ പോലെ. പക്ഷെങ്കിൽ ഇത് വേണ്ട. ഇത് ഇവിടുത്തെ നാട്ടില് ജംഗൽ കല്ലു.
കവറൊന്നും വേണ്ട, നമ്മളതൊക്കെ വണ്ടിക്ക് വെച്ചതാ, കവറൊന്നും ഉണ്ടാവില്ല. ആക്കണേ ബാക്കിയാക്കണേ. 80 റുപ്യാണേ, 80 80. പിന്നെ ഇതൊക്കെ കാട്ടത്തെയാണ്, കാട്ടത്തെ സാധനങ്ങളാണ്, ജംഗിൾ കള്ളു എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ വേറെ റേറ്റാണത്, അല്ലേ? ഇതിൻ്റെ വേറെ റേറ്റ്. പിന്നെ ഇതെന്താ, ഇതൊരു സൈസ് ചെടിയാണ്. ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാ? പൂവാണ് അതല്ലേ. പിന്നെ ഇത് നമ്മളെ സാധാ ചേമ്പ് അല്ലേ? ചേമ്പ്. ഇതെന്താ? മിസ്റ്റി. ഏ നാം മിസ്റ്റി ബുറോയ് ठीक है. മിസ്റ്റി പറഞ്ഞ എന്താ? ചമ്മന്തി ഉണ്ടാക്കാനാ ഉപ്പ എന്താക്കണ്? മറ്റേ അപ്പിട്ടിയ മാതിരി അതിൽ കൊണ്ടേക്ക്. ഞാൻ ഈ സാധനങ്ങളൊക്കെ നോക്കട്ടെ. പിന്നെ ഇതുണ്ട്, ഇത് വാഴത്തുമ്പല്ലടാ. ഇവിടെ തന്നെ വെച്ചോളാം, നമ്മളെ സാധാ ചേമ്പ്. ഇതൊക്കെ കാട്ടിലുള്ള സാധനങ്ങളാണ് ഇവർ കൊണ്ടുവന്ന് വെക്കണതൊക്കെ. പിന്നെ ഞങ്ങളിതിനെ മാണിത്തട്ട എന്നാണ് പറയല് നാട്ടിൽ. നിങ്ങൾ ഇതിനെ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. മാണിത്തട്ട എന്ന് നമ്മൾ പറയും അല്ലേ? ഇതിൻ്റെ കുറേ തേനൊക്കെ കുടിച്ച് നടന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. കുക്കൊക്കെ അന്ന്. പിന്നെ അതിൽ തന്നെ വലിയ വാഴൻ്റെ ഉണ്ട്, ചെറിയ വാഴൻ്റെ ഉണ്ട്, ഏത് പണി എടുക്കുക. അതൊക്കെയാണ് ഇവിടുത്തെ നാട്ടിലെ ആളുകൾ സാധാരണ നമ്മുടെ നാട്ടിൽ തന്നെ ചേമ്പും ചേനയൊക്കെ തിന്നൂലേ, അതുപോലെ തിന്നാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ കറുത്തുണ്ട് അല്ലേ? ഒത്തുക്കണം, അത് വേണ്ടല്ലോ. എന്നാൽ പിന്നെ ഞങ്ങൾ ഇനി ഇവിടുന്ന് നേരെ നമുക്ക് കുറച്ച് ദൂരം കൂടി ഉള്ളൂ ബോർഡറിലേക്ക്. അതായത് നമ്മളിപ്പം ഉണക്കോടിയിൽ എത്തിയിട്ടുണ്ട്. ഉണക്കോടിയിൽ നിന്ന് നമ്മളിനി മിസോറാമാണല്ലോ, അപ്പോൾ ആ ഭാഗത്തേക്ക് പോവാണ്. വലിയ ദൂരമൊന്നുമില്ല, ചിലപ്പോൾ ഇന്ന് തന്നെ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ന് പറ്റുന്നതാണ് ഇന്ന് തന്നെ കയറാം അല്ലേ? ഞങ്ങൾ ഇങ്ങാക്കേ ഇവരുടെ ഒരു നിർമ്മാണം കാണിച്ചു തരാം. ഫുള്ളായിട്ട് വീട് കൊണ്ട് മുള കൊണ്ട് നിർമ്മിക്കുന്ന ഒരു വീടാണിത്. വീടല്ല, ഇതൊരു കടയാണ്. നമ്മള് വീടൊക്കെ ഇതേപോലെ കണ്ടിരുന്നു. ഇപ്പൊ താഴത്തൊക്കെ മുടഞ്ഞു വെച്ചിട്ട് മുടഞ്ഞു വെച്ചിട്ട് താഴത്തൊക്കെ ഉണ്ട്. ഉള്ളിലൊക്കെ ഫുള്ള് വെറും മുളയും അതുപോലെ തന്നെ പിന്നെ അതിന്റെ കയറുകെട്ട് കാര്യങ്ങൾ നമ്മൾ നിർത്തിയാലോ. ഇതൊക്കെ ഇവിടുത്തെ പഴയ ഒരു കടയാണ്. എങ്കിൽ വീട് നിർമ്മാണം അങ്ങനെയൊക്കെ തന്നെയാണ്. ഏകദേശം ഇപ്പൊ ആ വീടൊക്കെ അങ്ങനെ തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ് തോന്നുന്നത്. പിന്നെ മുള ഇങ്ങനെ മുടഞ്ഞാണ് ഉണ്ടാക്കുന്നത്. ഇത് അതായത് മുളനെ ചതച്ച് പൊട്ടിച്ച് അങ്ങനെയുള്ള സംഭവമാണ്. ഇനി ഇത് ഇതിനോട് കൂടെ അങ്ങനെ മുടയും അല്ലേ? പായ മുടയാണ്. ഹിന്ദി അറിയുമെന്ന് വെച്ചാൽ ഹിന്ദി അറിയില്ലല്ലോ നമുക്ക്. ये बम्बू से ये बना रहा है। ठीक है। ये बम्बू से घर बना रहा है। दुकान घर है? दुकान घर है? शॉप दुकान। ഇതിങ്ങനെ നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവര് കെട്ടാൻ ഉപയോഗിക്കുന്നതൊക്കെ കെട്ട് കമ്പനിയാണ് അല്ലേ? പിന്തുണ്ട് അതൊക്കെ ടൈറ്റ് കുറ്റി കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നിർമ്മാണം കാണാൻ നല്ല രസമുണ്ട്. സൂപ്പർ. നല്ല ടൈറ്റ് ആയിട്ടില്ലേ? അവിടെ നോക്കാം, ഇവിടുന്ന് അവിടെ നോക്കിയാൽ കാണും കൂടി ഇല്ല. എന്താ ചുമര്. ഇതിനകത്തൊക്കെ ഒരു ദിവസം നിൽക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്തായാലും. ഇതൊരു കടയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കച്ചവടം ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അടുത്ത പ്രാവശ്യം വരുന്നവർക്ക് ഈ കട കാണാട്ടെ ശരിക്ക് അല്ലേ? കഴിക്കും ചെയ്യാം. കഴിക്കും ചെയ്യാം. നല്ലൊരു കട. ഏതായാലും നല്ല പണിയുണ്ട് കേട്ടോ ഇവർക്ക്. ഇത് നിസ്സാര ഒരു പണിയൊന്നും അല്ല ഇവരെടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഇവരിതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മുളയാണ് ഈ ഒരു മുള എന്ന് പറയുന്നത്. ഒരു ഈറ്റമുള. അതെ, അത്യാവശ്യം വലുതും ചെറുതൊക്കെ ഉണ്ട്. ഇതാണ്ടാ ഇത് ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞാലേ അത്യാവശ്യം വീതിക്ക് കിട്ടും. ഇതില് കപ്പ വെക്കണം. കപ്പയും ചിക്കനും വെക്കാൻ പറ്റിയ നല്ല മുളയല്ലേ? തരൂല അവര്. അതും കൊണ്ട് പോയി മറ്റു സംസ്ഥാനത്ത് മിസോറാമിലേക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് അവിടെ നിന്ന് കടത്തിയതാണോ അറിയാം. എന്നാ സെറ്റപ്പ് പരിപാടി. കൊള്ളാല്ലേ? ഇത് ഞാൻ കുറേ നിങ്ങളെങ്ങനെ ഒന്ന് കാണിക്കണം. എവിടെയെങ്കിലൊക്കെ നിർമ്മാണം ഉള്ളവർക്ക് കാണിക്കരുത്. ഇവിടെ നിർമ്മാണം ഉണ്ടായതുകൊണ്ട് ഇത് കാണാൻ വേണ്ടി പറ്റില്ല. ഇത് ഫ്രഷോടായിട്ടില്ല. ഫ്രഷാ. അതെ, പച്ചയായിട്ട് കിടക്കാണ്ട്. ഇതൊന്നും ഇങ്ങനെ ഉണങ്ങിയിട്ട് ഈ ഒരു ടൈപ്പൊക്കെ വരും. ഓക്കെ താങ്ക് യു. ഓക്കെ ബൈ, താങ്ക് യു.
ചെങ്ങന്മാരെ നമ്മൾ സൈഡാക്കിയിരിക്കണം കുക്കിംഗ് ആരംഭിച്ചിരിക്കണം. കുക്കിംഗ് ആരംഭിക്കുക പറഞ്ഞാൽ കുക്ക് കൂടാതെ പറഞ്ഞു എന്താ പറയുക, ജലാസാബ എന്ന് പറയുന്ന ഒരു ടൗണിലാണുള്ളത്. മിസോറാമിലേക്ക് കയറിയിട്ടില്ല. മിസോറാമിലേക്ക് നാളെ രാവിലെ പോകാമെന്ന് കരുതി. ഇന്നിപ്പോൾ ഈ നേരമായില്ല. ബോർഡറിൻ്റെ അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. ഒന്ന് 10-20 കിലോമീറ്ററൊക്കെ തന്നെ നമ്മൾ ത്രിപുരയിലേക്ക് കയറാനുള്ള ദൂരം പോലെ അന്ന് ആക്കി വെച്ച പോലെ. ഞാൻ നോക്കിയില്ല, കറക്റ്റ് നോക്കണം. അപ്പോൾ ഇന്ന് ഇവിടെ നിൽക്കാനാണ് കയറുന്നത്. ഇതിങ്ങനെ ഒരു ഗ്രൗണ്ട്, ഇത് ടൗൺ തന്നെയാണ് കേട്ടോ. ടൗണിൽ തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. അത് ഞങ്ങൾ ചിക്കൻ തിരഞ്ഞ് ടൗണായി. കാരണം നമ്മളടുത്ത് കപ്പ ഉണ്ടല്ലോ, അപ്പോൾ ഈ കപ്പനും സൈസാക്കണം. ഒരു കപ്പ കൂട്ടാനും കപ്പയും ചിക്കനും പൂളയും കോഴിയും പറയും ഞങ്ങളവിടെ. പൂളയും കോഴിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പുറത്ത് കാണുന്നത് ഇരുടാണ്. ഇത് ഫുള്ള് വയലാട്ടോ, ഫുള്ള് പാടമാണ്. ഒക്കെ കേൾക്കി കഴിഞ്ഞാൽ പറയും. ഇതുപോലത്തെ ആവശ്യങ്ങൾക്കാണ് നമ്മളുടെ വെട്ടൂരാനെ വാങ്ങിയത്. പെരുങ്കത്തി, ഞങ്ങളിതിനെ പെരുങ്കത്തി എന്ന് അറിയാം. പെരുങ്കത്തിനെ വെച്ചിട്ട് ഒരു പകുതി മുറി എടുത്ത് നോക്കാം നമുക്ക്. തകയോ നല്ല പൂളാട്ടാണ്ട് ഉണ്ട് ഇല്ലേ? മോനെ നല്ല പൂളയാണ് കണ്ടിട്ട്. ഇനി വേവിൻ്റെ അവസ്ഥ എന്താ അറിയില്ല കേട്ടോ. അവർക്ക് കണ്ടിട്ട് ചെങ്ങന്മാരെ നമ്മളെ കപ്പ ഏതാണ്ടായി. ഇനി നമ്മളെ പരിപാടി എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ അല്ലാതൊന്നും വെള്ളമൊന്നും ഇല്ലാണ്ടാ, വെള്ളം പാകമായി. ഇനി നമ്മുടെ ചിക്കൻ ചേട്ടനെ അതിക്ക് തട്ടുകയാണ് ഞങ്ങൾ. അങ്ങനെയാക്കല്ലേ? അങ്ങനെ അല്ല ഇപ്പം എന്താ അല്ലേ എവിടെ നമ്മളെ ചിക്കന് അങ്ങോട്ട് പോട്ടെ. ഇതിലും ഉണ്ടാവും കുറച്ച് വെള്ളമേ. വെള്ളം കൂട്ടി വെച്ചിട്ടാണ്. വെള്ളം കുറച്ച് വെള്ളത്തിൽ നീട്ടി വെച്ചാണ്. ഞങ്ങൾ രണ്ട് കൺഫ്യൂഷനായി ഞങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിലത്തെ വെള്ളം ഒന്ന് വറ്റിക്കോളൂ. ഒക്കെ തട്ടിക്കളി. അപ്പോൾ ഇങ്ങനൊരു പൂളയും കോയും വെപ്പുണ്ട് ഞങ്ങളെ നാട്ടിൽ. അത് ഇതാണ്. അതിന് കുറച്ചും കൂടി വെള്ളം പറ്റണം. മനസ്സിലായോ? ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മളുടെ കപ്പ ബിരിയാണി. ഇതിൽ കുറച്ച് വെള്ളം ഏറെയാണ്. കാരണം എന്താ വെച്ചാൽ ഈ പൂളയിൽ വെള്ളം നിൽക്കുന്നുണ്ട്. ചതിയൻ പുളി എന്ന് പറഞ്ഞാൽ വെന്തില്ല. ഒരു പുളി ശരിക്കും വേഗമില്ല. ഇന്ന് എല്ലാം കണ്ടോ അങ്ങനല്ല. ഇന്ന് വെന്തതും ഉണ്ട്. എല്ലാം വെന്തില്ല, വേഗണില്ല. അതില്ലാത്ത അതൊക്കെ ആ ചിക്കനൊക്കെ ഇട്ടും ചെയ്തു. അത് അരപ്പായി. ചെങ്ങന്മാരെ സത്യം പറയാലോ, പൂള ചതിച്ച് ചിക്കനും കൂടി ആയി കിട്ടപ്പോ വാണ്ടിയില്ലെന്നായി പോ. അല്ലെങ്കിൽ നാളെ ഉച്ചക്ക് നമുക്ക് ചോറ് വേറെ വെക്കുകയാണ്. ചിക്കൻ കറി ഉണ്ടല്ലോ, കുറച്ച് കഴിച്ചാണ്ട് നമുക്ക് കളയാം. ഇതാകെ നമ്മളെ ശ്രദ്ധിച്ചില്ല. പൂളാകെ പിടുത്തം വിട്ട് പൂള പറ്റൂലേ. ചിക്കൻ നല്ല എന്തും ചെയ്ത് ചടച്ച് സംഭവം നമ്മളെ വെപ്പ് ഷാറ്. ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് എന്ത് ചെയ്തിട്ടാ ചതിച്ചു. സാരല്ല. ഏതായാലും ഞങ്ങൾ ഇന്ന് ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. എനിക്ക് കുറച്ചും കൂടി വർക്ക് ഉണ്ട്. കുക്കും ബെഡൊക്കെ ഇട്ട് സെറ്റല്ലേ? എല്ലാ സൈഡും മറിച്ചില്ലേ? ഞാൻ എഡിറ്റിങ്ങിലാണ്. എഡിറ്റിങ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഉറങ്ങട്ടെ. ഏതായാലും ഈ ഒരു വീഡിയോ കുറച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത ടൈമായിട്ട് നാളെ വരാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.